സിസ്റ്റർ ഇന്ന് രാവിലെ നടക്കാൻ ഇറങ്ങിയില്ലേ? എന്തു പറ്റി ലാവണ്യ? എന്തു പറ്റി? എന്തു പറ്റിയോ ആവോ, ഞങ്ങൾ ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. നീ തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്. എന്തു പറ്റി ലാവണ്യ? എന്തോ ഒരു പുതിയ കാര്യം കണ്ണിൽ കണ്ടിട്ടോ ചെവിയിൽ കേൾക്കാതെയോ അല്ലാതെ നീ ഇങ്ങനെ നിൽക്കില്ല. ഞങ്ങളെ ടെൻഷൻ എടുപ്പിക്കാതെ ഒന്ന് പറ ചേച്ചി. കുറച്ച് ക്ഷമ കാണിക്ക്. കുറച്ച് സമയം കഴിഞ്ഞാ അച്ഛനും അമ്മയൊക്കെ ഇങ്ങോട്ട് വരും. എന്റെ കണ്ണി കണ്ട കാര്യങ്ങളെല്ലാം നേരിട്ടങ്ങ് ചോദിക്കാം. അവരതിന് എന്ത് സമാധാനമാ പറയുന്നതെന്ന് എനിക്കും ഒന്ന് അറിയണം. അമ്മമ്മയൊക്കെ എത്തിയല്ലോ. ഞങ്ങളോടും കൂടി നീയൊന്ന് പറഞ്ഞാ ഞങ്ങൾക്കും അതിനെ സപ്പോർട്ട് ചെയ്യാലോ. പറയാൻ പറ്റുന്നതാണെങ്കിൽ അവൾ ചോദിക്കുന്നതിന് മുമ്പേ പറഞ്ഞേനെ. അവൾ എന്തെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ ആര് ചോദിച്ചാലും പറയാൻ പോകുന്നില്ല. അതും കറക്റ്റാ. എന്തുപറ്റി? ലാവണ്യക്ക് നിങ്ങളോട് എന്തോ ചോദിക്കാനുണ്ട് സാർ. നിങ്ങൾ എവിടെ പോയിട്ട് വരുമോ അമ്മേ? ഞങ്ങൾ എവിടെ പോയാലും നിനക്കെന്താ? കാര്യം എന്താണെന്ന് നേരിട്ട് ചോദിക്കും. നിങ്ങൾ എപ്പോ പുറത്തിറങ്ങിയാലും ജനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കും. ആളും ആരവുമായി ആനയിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്റെ ജീവിതത്തിൽ ആദ്യമായി അയ്യോ സിസ്റ്റർ, അത്രയ്ക്ക് ഗ്യാപ്പ് ഇടരുത് സിസ്റ്റർ. ടെൻഷൻ കാരണം എന്റെ മുടി വരെ കൊഴിഞ്ഞു പോകുന്നു. പെട്ടെന്ന് പറ. നടു റോഡിൽ വെച്ചൊരു പെണ്ണ് നിങ്ങളുടെ രണ്ടിന്റെ തോലി ഒരുക്കുന്നത് ഞാൻ കണ്ടു. അവൾക്ക് മുമ്പിൽ നിങ്ങളാ നിൽക്കുന്നതെന്നുള്ള ഭയമില്ലായിരുന്നു. നിങ്ങളോട് എതിർത്ത് സംസാരിക്കാനുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നു. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അപ്പുറത്തുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കൂ. ആ സ്ത്രീ ആരാ? അവരെന്താ പറഞ്ഞത്? നിന്റെ ഈ ലുട്ടാപ്പി ചെവിയിലെ ഡയലോഗ് ഒന്നും പറഞ്ഞില്ലേ സിസ്റ്റർ? അവിടെ വീഡിയോ ക്ലിയർ ആയിട്ട് കിട്ടിയെങ്കിലും ഓഡിയോ ക്ലാരിറ്റി ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുന്നത് എന്തിനാ? പറയമ്മേ. നിങ്ങളുടെ ചൂണ്ടുവിരല് ഇതിങ്ങനെ ചൂണ്ടിക്കാട്ടി ബാഹുബലിയിലെ ശിവകാമിയെ പോലെ ആജ്ഞാപിച്ചാൽ ആരായാലും അവിടെ നിന്നിടത്ത് നിൽക്കും. നിങ്ങളുടെ നോട്ടത്തിന് അത്രയ്ക്ക് കൺട്രോളിംഗ് പവർ ഉണ്ട്. അങ്ങനെയുള്ള നിങ്ങളെ ഒരു പെണ്ണ് കൺട്രോളിൽ നിർത്തിയെന്ന് പറഞ്ഞാൽ ഏതോ ഒരു കഥ. ആ കഥയിൽ തെറ്റിയത് ആരോ അവർ തല താഴ്ത്തി നിൽക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരിക്കലും ഉണ്ടാവില്ല എന്നാ ഞങ്ങൾ കരുതുന്നേ. പക്ഷെ ലാവണ്യ പറഞ്ഞത് നേരെ വിപരീതമാണ്. പറയമ്മേ. ഇപ്പൊ ഇവർക്ക് ഒരു മറുപടിയും കൊടുക്കേണ്ട ആവശ്യമില്ല. വാ, അകത്തേക്ക് പോവാം. അമ്മേ, അമ്മ ചോദിച്ചാ ഞങ്ങൾ പേടിച്ച് മറുപടി പറയണം. ഞങ്ങൾ ചോദിച്ച അമ്മ പറയില്ലേ? മര്യാദ എന്താന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന അല്ലാതെ നിങ്ങൾ പാലിക്കില്ലേ അമ്മേ? ഒന്ന് നിർത്താമോ? നിർത്താൻ. ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ആരെയാ കാണുന്നത്? ആരോട് എന്താ സംസാരിക്കുന്നെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. മേലിൽ ഇങ്ങനെ അനാവശ്യ കാര്യങ്ങളിൽ തലയിട്ടേക്കരുത്. നീ വാ. അമ്മായി അച്ഛൻ
മേൽക്കൂര മുട്ടുമാർ ഉച്ചത്തിൽ സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ്. അത് ശരിയാ, പക്ഷേ എന്തോ അവര് മറച്ചു വെക്കുന്നുണ്ട്. സത്യവാ, അല്ലെങ്കിൽ അവര് പറയേണ്ടതല്ലേ? ലാവണ്യ, ഒരിക്കൽ കൂടി നീ അവളെ കാണുകയാണെങ്കിൽ തിരിച്ചറിയുമോ? 10 കൊല്ലം കഴിഞ്ഞാലും അവൾക്ക് ഓർമ്മയുണ്ടാകും. സിസ്റ്ററെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇനി അവളെ ഞാൻ എന്റെ കൺമുമ്പിൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാ ഞാൻ തന്നെ ചോദിക്കും. ചില കാര്യങ്ങളും അതുപോലെ സത്യങ്ങളും തുറന്നു പറയുന്നതിനുള്ള സമയം അതിക്രമിച്ചു എന്ന് എന്റെ മനസ്സ് പറയുന്നു. അവര് ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ തന്നെ പറയുന്നതാ അതിന്റെ ശരി. സുജാതയോട് നമുക്കുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ അവരോട് പറയുന്നതിനേക്കാൾ കാലം തന്നെ സന്ദർഭം ഉണ്ടാക്കി തന്ന് പറയുന്നത് വരെ നമ്മളായിട്ട് വെളിപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് എന്റെ അഭിപ്രായം. സുരേന്ദ്ര, ഈ വീട്ടിലുള്ളവരോട് ചോദിക്കാം. വാ നോക്കാം. വാ. ചന്ദ്രമോഹൻ സാർ സിന്ദാബാദ്, ചന്ദ്രമോഹൻ സാർ സിന്ദാബാദ്, ചന്ദ്രമോഹൻ സാർ സിന്ദാബാദ്, ചന്ദ്രമോഹൻ സാർ സിന്ദാബാദ്. അകത്താരെങ്കിലും ഉണ്ടോ? പുറത്തോട്ട് വരുമോ? അതാരായിരിക്കും? വന്നതാരാണെന്ന് ആദ്യം നോക്കണം. ആദ്യം പുറത്തുള്ളത് ആരാണെന്ന് അറിയണം. ബുദ്ധവനത്തിനടുത്ത് ആ ആവനി എന്നെ ചെരുപ്പുകൊണ്ടടിച്ച കാര്യം ഇപ്പോ ജനങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്റെ ചെവിയിൽ പതിയുമ്പോ എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ലടാ. സുരേന്ദ്ര, ഈ ഇലക്ഷൻ പ്രചാരണം കഴിയുന്നതുവരെ അടങ്ങി നിൽക്കുന്നതാ നല്ലതെന്ന് പറഞ്ഞതല്ലേ? കൂൾ മാൻ. ഈ വാതിൽ തുറക്കാൻ എന്തിനാണ് എത്ര സമയം? അകത്തുണ്ടോ അതോ ചത്തുപോയോ? എന്നാ അടുത്ത വീട്ടിലേക്ക് പോയാലോ? വേണ്ട, ഓരോ വോട്ടും വളരെ ഇമ്പോർട്ടന്റാ. പുറത്തു വന്ന ശേഷം വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് പോവാം. സുരേന്ദ്രന്റെ കണ്ണിൽപ്പെട്ട വലിയ പ്രശ്നവും. ഉടനെ ഈ കാര്യം ശ്രീഹർ എന്നോട് പറയണം.
മിണ്ടല്ലേ മിണ്ടല്ലേ. വാ 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 വാ. ഓടിവാ ഓടിവാ ഓടിവാ. എന്താ? ബാത്റൂമിൽ കയറിയതാ. ഇതാണ് കറക്റ്റ് സമയം. ഞാൻ ഫോൺ എടുത്തപ്പോ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയതാ. ഫോണിലുള്ള രഹസ്യം എന്താന്ന് ഇന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. തന്റെ മോളെ ഈ വർത്താനം ഒന്ന് നിർത്തി ആദ്യം വന്ന കാര്യം കണ്ടെത്താം. ഓക്കെ. വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, എന്താ ഇപ്പൊ ചെയ്യാ? വന്നല്ലോ. ഇപ്പൊ നമ്മള് 3 പേരെ അവന് സംശയം തോന്നും. വാ വാ വേഗം വേഗം വാ. ഈ കട്ടിലടി പോയി പാത്തിരിക്കാം. കിടന്നോ കിടന്നോ. ഹലോ ഏട്ടാ, അർജന്റായിട്ടൊന്ന് ഇങ്ങോട്ട് വരുമോ? എന്തു പറ്റി? സുരേന്ദ്രൻ വന്നിട്ടുണ്ട് ഏട്ടാ. വാട്ട്? അതെ ഏട്ടാ, സുരേന്ദ്രനും അവന്റെ ആൾക്കാരും ഒക്കെ പുറത്തു വന്ന് നിൽക്കുന്നുണ്ട്. അവര് നമ്മുടെ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. കുറെ സമയത്ത് ബെല്ലടിച്ചോണ്ടിരിക്കുക. ഞാൻ അവന്റെ കയ്യിലെങ്ങാണോ ഒറ്റയ്ക്ക് പെട്ട പണ്ട് രാവണാസുരൻ സീതാദേവിയെ തട്ടിക്കൊണ്ടു പോയതുപോലെ എന്നെ ഇവിടുന്ന്, എന്റെ രാമനിൽ നിന്ന് എന്നെ അവർ അകറ്റിക്കളയും. എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു ഏട്ടാ. നീ ധൈര്യമായിട്ടിരിക്കുക അവനി. ഞാനില്ലേ, ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വരാം. താനവിടെ സമാധാനമായിട്ടിരിക്കൂ. ഒന്ന് വേഗം വരണം ചേട്ടാ, പ്ലീസ്. രണ്ടാളും കൂടെ എന്റെ നെഞ്ചത്ത് കിടന്നാ മതിയോ? നിന്റെ അനിയും പുറത്തേക്ക് പോയി. വാ. ശ്രീകർ ഫോണിൽ സംസാരിച്ച വിധം വെച്ച് നോക്കുമ്പോ എന്റെ ഇന്റലിജന്റ് ബുദ്ധിയിൽ തെളിയുന്നത് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എന്താ അത്? തീർച്ചയായും ഏതോ പെൺകുട്ടിയോടാണ് സംസാരിച്ചിരിക്കുന്നത്. ഞാനുണ്ടല്ലോ എന്നവൻ ധൈര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു പെൺകുട്ടി തന്നെയായിരിക്കും. ഉറപ്പാണോ അത്? അതെ. ഇന്ന് രഹസ്യത്തിന്റെ ചുരുളുകൾ അഴിക്കാം. എന്നെ ഫോളോ ചെയ്ത് വാ വാ. ആരതി ഒഴിഞ്ഞോളൂ. പരമശിവൻ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി രാവണ മഹാരാജാവ് തപസ് ചെയ്തതുപോലെ മരുമകൾക്ക് വേണ്ടി എന്റെ അമ്മായിയമ്മയും യജ്ഞങ്ങളും യാഗങ്ങളും മാത്രമല്ല പൂജയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും അങ്ങനെ ഒരു ജാതകവും കിട്ടുന്നില്ല. ആരതി ഒഴിഞ്ഞോളൂ. അമ്മ, എനിക്കൊരു അർജൻസി ഉണ്ട്, ഞാൻ പോയിട്ട് വരാം. എന്ത് പറ്റി മൂത്തളിയ? എല്ലാരും വല്ലാത്ത ഷോക്കിലാണല്ലോ. ശ്രീകറിന് അമ്മ ആരതി നീട്ടിയപ്പോ അത് എടുക്കാതെ ഇറങ്ങിപ്പോയി. അതുകൂടാതെ ആരതി പ്ലേറ്റ് അവൻ തട്ടി താഴേക്കിട്ടു. നിങ്ങൾ ഈ കൊടുത്തതൊന്നും നോക്കുക പോലും ചെയ്യാതെ നിങ്ങളെ എതിർത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് പ്രപഞ്ചത്തിലെ പുതിയ അത്ഭുതം പോലെയുണ്ട്. ഞാനുള്ളപ്പോ നിനക്കൊന്നും പറ്റില്ല, ഞാൻ ഇപ്പൊ വരാം, നീ ഒന്നും കൊണ്ട് പേടിക്കണ്ടെന്നൊക്കെ ആർക്കോ ധൈര്യം കൊടുത്തിട്ടാ ഇവിടുന്ന് പോയേ. തീർച്ചയായിട്ടും ഏതോ പെൺകുട്ടിയുടെ അടുത്തേക്കാ പോയത്. തെളിവുകളൊന്നുമില്ലാതെ എല്ലാ തവണയും ശ്രീകറിനെ ഇങ്ങനെ സംശയിക്കരുത്.
എന്താണെങ്കിലും ശരി, എന്റെ മകൻ അത് എന്നോട് പറയും. എന്റെ അടുത്ത് അവന് രഹസ്യങ്ങളില്ല. എവിടേക്കാ പോകുന്നത്, ആരോടൊക്കെ സംസാരിക്കുന്നത്, തെളിവ് സഹിതം മുന്നിലോട്ടിട്ട് തരാം. എങ്കി ഉടനെ ശ്രീകരനെ ഫോളോ ചെയ്യാൻ നോക്ക്. അധിക ദൂരമൊന്നും പോയി കാണില്ല. പൃഥ്വിരാജ് സ്ക്രീനിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫയർ ആയിരിക്കും. വസന്ത, ഫോളോ മീ. ഇന്ന് നിന്റെ അനിയന്റെ രഹസ്യങ്ങൾ വെളിച്ചത്തിലേക്ക് എത്തിക്കാം. ഫോളോ. ഇമ്പോർട്ടന്റ് കാര്യമുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ തിരക്കിൽ പറ്റിയതായിരിക്കും. നീ വിഷമിക്കണ്ട. ഒന്ന് കൂടെ നിൽക്കണമെങ്കിലും ന്യായീകരിക്കാനാണെങ്കിലും ഒരു സത്യം വേണമല്ലോ അച്ഛാ. നമ്മുടെ ഡിറ്റക്റ്റീവ്സ് പോയിട്ടുണ്ടല്ലോ. അരമണിക്കൂർ സത്യം എന്താണെന്ന് അറിയാം. വെയിറ്റ് ചെയ്യ്. ഏയ് വസന്ത, നിന്റെ അനിയൻ ഇനി എന്നെ തിരിച്ചറിയണ്ട. എന്റെ പോക്കറ്റിൽ ഒരു മാസ്ക് ഉണ്ട്, അതെടുത്ത് മുഖത്ത് വെക്ക്. ഒന്ന് വേഗം പോ. നിന്റെ മുഖം നീ ഒന്ന് മറക്കേ. ശരി. ഹലോ, ഇവിടെ എത്തിയായിരുന്നോ? അവനി, ഞാൻ വന്നോണ്ടിരിക്കടോ. ഇവിടെ റോഡ് മൊത്തം ബ്ലോക്ക് ആയിരിക്കുക. ഞാൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്താം. ഡോണ്ട് വറി. ഒന്ന് വേഗം വരുമോ ചേട്ടാ? അവരിപ്പോഴും പുറത്ത് നിൽക്കുന്നുണ്ടോ? ഉണ്ട് ചേട്ടാ, അവര് ഡോറിൽ മുട്ടിക്കൊണ്ടിരിക്കുക. ശരി, ഞാനിത് വന്നോണ്ടിരിക്കുക. താനൊന്നും പേടിക്കണ്ട. ഈ ദിവസം ലോകത്തോട്